ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ്, കള്ളനെ ഞങ്ങൾ ആക്രമിക്കും, കള്ളന് കഞ്ഞി വെക്കുന്നവരെയും ഞങ്ങൾ വെറുതെ വിടില്ല. അമേരിക്ക എന്ന തസ്കരൻ, ഇപ്പോൾ തസ്കരനായിട്ടാണല്ലോ ഇറാൻ കാണുന്നത്, തങ്ങളുടെ കപ്പലുകൾ തട്ടിക്കൊണ്ടു പോകുന്ന, തങ്ങളുടെ എണ്ണ നിക്ഷേപത്തിൽ കണ്ണുള്ള, തങ്ങളെ വേണ്ട രീതിയിൽ മൂവ് ചെയ്യാൻ അനുവദിക്കാത്ത ഒരു ഗുണ്ടാ പ്രമാണി, അവർ കഞ്ഞിവെക്കുന്ന, ആ തസ്കരന് കഞ്ഞിവെക്കുന്ന, അവർക്ക് താവളങ്ങൾ ഒരുക്കുന്ന, അഭയം കൊടുക്കുന്ന രാജ്യങ്ങളെയും തങ്ങൾ കള്ളനായിട്ട് തന്നെ പരിഗണിക്കുമെന്ന മനോഭാവത്തിൽ നിൽക്കുകയാണ് ഇറാൻ. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ ഇറാൻ യുദ്ധത്തിന്റെ പ്രത്യേകത അതിൽ പങ്കാളികളല്ലാത്ത രാജ്യങ്ങളും ആക്രമിക്കപ്പെട്ടു എന്നതാണല്ലോ. ഇനിയും US ഇറാനെ ആക്രമിച്ചാൽ ഇപ്പോൾ ഇറാൻ നിർത്തിവെച്ചിട്ടുള്ള ഗൾഫ് ആക്രമണം വീണ്ടും പുനരാരംഭിച്ചേക്കുമെന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. ഇനിയൊരു ആക്രമണം താങ്ങാനുള്ള കരുത്ത് ഈ GCC രാഷ്ട്രങ്ങൾക്കുണ്ടോ? ഗൾഫ് രാജ്യങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകുമോ? അമേരിക്കയും ഇറാനും കാരണം ഗൾഫ് രാജ്യങ്ങളുടെ സമാധാനം പോയോ? വിരുന്നുകാരൻ വന്നാൽ, അത് അമ്മാച്ചൻ്റെ മകൻ വന്നാലും അനന്തരവൻ വന്നാലും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഗൾഫിൽ നിന്ന് വന്നാലും ഒക്കെ വീട്ടിലെ കോഴിക്കൂട്ടിൽ കിടക്കുന്ന കോഴിക്കാണ് വലിയ ബുദ്ധിമുട്ട്. കറിയാക്കും. ഇതാണല്ലോ നാട്ടിൻപുറത്തെ ഒരു പഴയ പ്രയോഗം. ഇവിടെ ഇസ്രയേലും ഇറാനും തമ്മിൽ യുദ്ധം നടന്നാലും അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം നടന്നാലും യഥാർത്ഥത്തിൽ വിഷയമാവുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷ തന്നെയാണ്. ആ മേഖലയിൽ ഗൾഫ് രാജ്യങ്ങൾ യാതൊരു പ്രശ്നത്തിനും പോകുന്ന രാജ്യങ്ങളല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ മേധാവിത്വം അങ്ങോട്ട് അംഗീകരിച്ച് അവരുടെ ഓയിൽ നിക്ഷേപം പൂർണ്ണമായി എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ടെക്നോളജിയൊക്കെ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് തദ്ദേശീയമായി കുറേയൊക്കെ അവരും വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ചീപ്പർ ലേബർ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെ സാങ്കേതിക വിദഗ്ധരെ പലയിടത്തുനിന്നും ഔട്ട്സോഴ്സ് ചെയ്തുകൊണ്ട് അവരുടെ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുക. അതിന് വേണ്ടത് സമാധാനമാണ്. ഈ സമാധാനം ലഭിക്കാൻ വേണ്ടി അവർ ചെയ്ത ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് അമേരിക്കൻ സേനയെ കാവൽ നിർത്തുക. ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് എന്ന ഒരു വ്യാജേനയാണ്, എന്ന ഒരു മുഖാന്തരത്തിലാണ് അമേരിക്കൻ സേനാ വിന്യാസമുള്ളത്. അല്ലേ, പ്രിൻസ് സുൽത്താൻ എയർബേസ് അമേരിക്കയുടെ സൗദിയിലുണ്ട്, അൽ ഉദയ്ദ് എയർബേസ് ഖത്തറിലുണ്ട്, 5-ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം മനാമ ബഹ്റിനിലുണ്ട്. എല്ലായിടത്തുമായി 19 പരം സേനാ കേന്ദ്രങ്ങൾ, അത് വ്യോമ കേന്ദ്രങ്ങളുണ്ട്, നാവിക കേന്ദ്രങ്ങളുണ്ട്, സംയുക്ത കേന്ദ്രങ്ങളുണ്ട്. എല്ലാം തന്നെ ഗൾഫ് രാജ്യങ്ങൾ നൽകിയിരുന്ന ഒരു സുരക്ഷാ ബോധം. ഈ സുരക്ഷാ ബോധം ഒരു മിഥ്യാബോധമായിരുന്നു എന്ന് മനസ്സിലായത് ഇറാൻ അമേരിക്ക യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോഴാണ്. ഇറാൻ പല ആവർത്തി സൂചിപ്പിച്ചു, അമേരിക്കയോടൊപ്പം നിൽക്കുന്ന, അമേരിക്കയ്ക്ക് താവളമൊരുക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് തീർച്ചയായും സുരക്ഷ ഞങ്ങൾ തരില്ല, തങ്ങൾ ആക്രമിക്കും. രാജ്യങ്ങളെ എന്നല്ല, അവിടുത്തെ അമേരിക്കൻ സേനാ താവളങ്ങളെ ആക്രമിക്കും. ആദ്യഘട്ടത്തിൽ ആക്രമിച്ചു. പല മിസൈലുകളും പോയി വീണത് ജനവാസ കേന്ദ്രങ്ങളിലാണ്. ഗൾഫ് രാജ്യങ്ങൾ വല്ലാതെ വിഷമിച്ചു. പക്ഷെ പിന്നീട് ചൈനീസ് സാറ്റലൈറ്റുകളുടെ ഉൾപ്പെടെ ഒരു കൃത്യമായ ട്രാക്കിംഗ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ കുറച്ചുകൂടി കൃത്യമായി അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്ക് പ്രഹരം നടത്തി. ഇവിടെ കൊളാറ്ററൽ ഡാമേജ് അപ്പോഴും ഉണ്ടായി, വലിയ ആൾനാശം ഉണ്ടായിട്ടില്ലായിരിക്കാം. അമേരിക്കൻ കേന്ദ്രങ്ങളിൽ ഉണ്ടായ നാശനഷ്ടത്തിൻ്റെ കൃത്യമായ തോത് ഇപ്പോഴും അജ്ഞാതമാണ്. കൃത്യമായ സെൻസർഷിപ്പ് നിബന്ധനകളാണ്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ടൊക്കെ തന്നെ ഇത് കേൾക്കുന്ന ആളുകൾക്കറിയാം അവിടെ ഒരു യുദ്ധം ഒന്നും നടക്കുന്നതായി തോന്നില്ല. അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും കാര്യങ്ങൾ നടന്നാലും അവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ ഒരിക്കലും ഇത്ര നാശനഷ്ടങ്ങൾ അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾ ഉണ്ടായി എന്ന് ഒരിക്കൽ പോലും കാണുകയോ വായിക്കുകയോ ചെയ്യാനുള്ള സാധ്യതയില്ല. അതിനർത്ഥം അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല. അപ്പോൾ ഇതെല്ലാം ഒരു വസ്തുതയാണ്. ഒരുപക്ഷെ ഗൾഫ് ഭരണകൂടങ്ങൾക്ക് കൃത്യമായി അറിയാം എന്തെല്ലാം നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. പക്ഷേ നാളെയും അത് സംഭവിക്കാം, അല്ലേ? അപ്പം ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ്, കള്ളനെ ഞങ്ങൾ ആക്രമിക്കും, കള്ളന് കഞ്ഞി വെക്കുന്നവരെയും ഞങ്ങൾ വെറുതെ വിടില്ല. അപ്പം കള്ളന് കഞ്ഞി വെക്കുക എന്നൊരു പ്രയോഗം തന്നെ മലയാളത്തിലുണ്ടല്ലോ. അമേരിക്ക എന്ന തസ്കരൻ, ഇപ്പോൾ തസ്കരനായിട്ടാണല്ലോ ഇറാൻ കാണുന്നത്, തങ്ങളുടെ കപ്പലുകൾ തട്ടിക്കൊണ്ടു പോകുന്ന, തങ്ങളുടെ എണ്ണ നിക്ഷേപത്തിൽ കണ്ണുള്ള, തങ്ങളെ വേണ്ട രീതിയിൽ മൂവ് ചെയ്യാൻ അനുവദിക്കാത്ത ഒരു ഗുണ്ടാ പ്രമാണി, അവർ കഞ്ഞിവെക്കുന്ന, ആ തസ്കരന് കഞ്ഞിവെക്കുന്ന, അവർക്ക് താവളങ്ങൾ ഒരുക്കുന്ന, അഭയം കൊടുക്കുന്ന രാജ്യങ്ങളെയും തങ്ങൾ കള്ളനായിട്ട് തന്നെ പരിഗണിക്കുമെന്ന മനോഭാവത്തിൽ നിൽക്കുകയാണ് ഇറാൻ. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ ഭയാശങ്കകളോടെ തന്നെയാണ് ഇപ്പോഴത്തെ വെടിനിർത്തൽ വലിയൊരു സാധ്യതയാണ്. വെടിനിർത്തൽ ഇപ്പോൾ തുടരുന്നു. പക്ഷേ അത് ഏത് നിമിഷവും ഈ ഫ്രജൈൽ, ദുർബലമായ വെടിനിർത്തൽ
നഷ്ടപ്പെട്ടേക്കാം. ആക്രമണം ഉണ്ടായാൽ ഉടനടി അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ വീണ്ടും ഇറാൻ പ്രത്യാക്രമണം തുടരും, യാതൊരു സംശയവുമില്ല. ഇസ്രായേലിലെ കേന്ദ്രങ്ങളിലേക്കും സൗദിയിലെയും UAE-യിലെയും ഖത്തറിലെയും ബഹ്റൈനിലെയും കുവൈത്തിലെയും എല്ലാം അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടക്കും. അപ്പോൾ അവർക്ക് പ്രതിരോധിക്കും. അപ്പോൾ അത് നടക്കാതെ വരും. പിന്നെന്താ വഴി? ഒരുപക്ഷെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ സോഫ്റ്റ് ടാർഗറ്റിലേക്ക് നിന്നു പിഴയ്ക്കുന്നതിൻ്റെ ഭാഗമായി ഇറാൻ്റെ ആക്രമണം വന്നാലോ? യുദ്ധത്തിലൊന്നും ഒരു ധാർമ്മികതയും ഒരു രാജ്യവും പാലിക്കില്ല. അമേരിക്കയും പാലിക്കില്ല, ഇറാനും പാലിക്കില്ല, ആരും പാലിക്കില്ല. അതൊക്കെ പണ്ട് മഹാഭാരത യുദ്ധത്തിൽ മാത്രമേ ഉള്ളൂ. ധാർമ്മിക ഭ്രംശത്തിൻ്റെ ഏറെ കഥകളാണല്ലോ മഹാഭാരത യുദ്ധത്തിൽ തന്നെ. അത് ധർമ്മയുദ്ധമാണെങ്കിലും അധർമ്മങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണെങ്കിൽ പോലും ഇവിടെയെല്ലാം ധർമ്മം പാലിക്കപ്പെട്ടു, എവിടെയെല്ലാം ചതി വഞ്ചന സംഭവിച്ചു. ഇതിൻ്റെയൊക്കെ ഒരു വലിയ കഥയാണല്ലോ മഹാഭാരതം. അതേപോലൊന്നും അല്ലല്ലോ ഇവിടെ ഒരു നിയമവുമില്ല. ഇവിടെ ഒരു യുദ്ധവും പ്രഖ്യാപിത യുദ്ധമല്ല. സീസ് ഫയർ അവസാനിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് യുദ്ധം, അല്ലെങ്കിൽ സീസ് ഫയർ ചർച്ച നടക്കുമ്പോൾ തന്നെ യുദ്ധം നടക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് നിയമം? ഗൾഫ് രാജ്യങ്ങൾ ഭയപ്പാടിൽ തന്നെയാണ്, ആശങ്കയിലാണ്. അതുകൊണ്ട് അമേരിക്കയുടെ മേൽ പരസ്യമായി ഒരു സമ്മർദ്ദവുമില്ല എന്ന് തോന്നാമെങ്കിലും ഗൾഫ് രാജ്യങ്ങൾ നിരന്തരമായി അമേരിക്കയെ സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയെങ്കിലും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഇറാൻ്റെ കപ്പലുകൾക്ക് കടന്നു പോകാൻ അന്തരീക്ഷം ഒരുക്കൂ, ഇറാൻ്റെ തുറമുഖങ്ങൾക്ക് നേരെയുള്ള നാവിക ഉപരോധം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കൂ, ഇറാൻ ചർച്ചാ ടേബിളിലേക്ക് വരട്ടെ, നമുക്ക് പറഞ്ഞ് സെറ്റപ്പാക്കാം. ഇതാണ് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയോട് പറയുന്നത്. പാകിസ്ഥാനും വളരെ സേഫായിട്ട് കളിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ്. പ്രത്യേകിച്ച് സൗദി അറേബ്യയുമായി ഒരു കരാറുണ്ട്, സൈനിക കരാറുള്ള രാജ്യമാണ് പാകിസ്ഥാനും ഇതെങ്ങനെയെങ്കിലും യുദ്ധത്തിൽ ചേരാൻ പറ്റില്ലല്ലോ. സൗദിയോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യേണ്ടി വരും. ഇറാനെതിരെ സൗദിയോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യാൻ പ്രതിജ്ഞാബദ്ധമാണ് പാകിസ്ഥാൻ. കരാർ അനുസരിച്ച് സൗദിക്ക് നേരെ ഇറാൻ ആക്രമിച്ചാൽ സൗദിക്ക് സഹായകരമായി ഇറാനിൽ ബോംബ് ചെയ്യാൻ പാകിസ്ഥാൻ തയ്യാറായേ പറ്റൂ. പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് എന്ത്? മധ്യസ്ഥത വഹിക്കുക. പിന്നെ മധ്യസ്ഥൻ യുദ്ധം ചെയ്യണമെന്ന് പറയാനാവില്ലല്ലോ. അതുകൊണ്ട് മധ്യസ്ഥത എന്ന ഏറ്റവും സുരക്ഷിതമായ പാത തിരഞ്ഞെടുത്തു പാകിസ്ഥാൻ. ചൈനയും സാമാന്യം സുരക്ഷിതമായ ഒരു പാത തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഉപരോധം പൊളിക്കാൻ വേണ്ടി ഏതാനും ചൈനീസ് കപ്പലുകൾ ഒരു ശക്തിപ്രയോഗം എന്ന നിലയിൽ അതിലെ ഒന്ന് കടന്നുപോയി തിരിച്ചു വന്നു. അമേരിക്ക തൊട്ടില്ല. പക്ഷേ ഇറാൻ കപ്പലുകൾ പോയപ്പോൾ തൊട്ടു എന്ന് മാത്രമല്ല, പിടിച്ചെടുക്കുകയും ചെയ്തു, കപ്പലുകളെ തിരിച്ചുവിടുകയും ചെയ്തു. ഇറാൻ ഇന്ത്യൻ കപ്പലുകളെ ആക്രമിച്ചു. അപ്പം ഹോർമൂസ് കടലെടുക്ക സംഘർഷഭരിതമാണ്. ചൈനയ്ക്ക് മാത്രമേ ഇറാനെ ഏതെങ്കിലും രീതിയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാവൂ. നിങ്ങളും സഹകരിക്കാനുള്ളത് സഹകരിക്കണം, ചർച്ചയില്ല എന്ന മുട്ടാപ്പോക്ക് തുടരരുത്. എങ്ങനെയെങ്കിലും ചർച്ച ചെയ്ത് പരിഹരിച്ച്, നിങ്ങൾക്ക് പ്രശ്നം ഉപരോധമല്ലേ, ആ ഉപരോധം മാറിക്കിട്ടിയാൽ, ഈ യുദ്ധത്തിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഉപരോധമാണ്, അത് യുദ്ധം അവസാനിക്കുന്നതിൻ്റെ ഭാഗമായി, കരാറിൻ്റെ ഭാഗമായി ആ ഉപരോധം മാറിക്കിട്ടിയാൽ ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ബോത്ത് ചൈന ആൻഡ് ഇറാൻ. കാരണം ഇറാൻ്റെ എണ്ണയുടെ നല്ല പങ്കും 80% വാങ്ങുന്നത് ചൈനയാണ്. അത് ഹോർമൂസ് വഴി ആ എണ്ണ കടന്നു പോകണം. ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഗോസ്റ്റ് ഷിപ്പുകളാണ്. വേറെ പല രാജ്യങ്ങളുടെ പതാക പേറുന്ന, വേറെന്തെങ്കിലും വ്യാജ പേരുകളുള്ള ഷിപ്പുകളിലാണ്, അല്ലെങ്കിൽ ഷാഡോ ഫ്ലീറ്റ് എന്ന് പറയും. ഷാഡോ ഫ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിഗൂഢമായ നീക്കങ്ങളാണ്. കൃത്യമായി ഏത് രാജ്യത്തിൻ്റെതാണെന്ന് കണ്ടുപിടിക്കാനാവാത്ത രീതിയിൽ ക്യാമഫ്ലാഷ് ചെയ്തുകൊണ്ട് എണ്ണ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഇതുവരെ. അതിന് പോലും തടസ്സം നേരിടുന്നു ഇപ്പോൾ. പൂർണ്ണമായ നാവിക ഉപരോധത്തിലേക്ക് ഇറാൻ നീങ്ങുകയാണെങ്കിൽ, അമേരിക്ക ഇറാനെ അതിൽ പെടുത്തുകയാണെങ്കിൽ, പെടുത്തി കഴിഞ്ഞു, ചൈനയിലേക്കുള്ള എണ്ണവരവ് ഭീതിതമായ രീതിയിൽ കുറയും. അപ്പോൾ ചൈനയും അതുകൊണ്ട് ദേ ആർ ഓൾസോ ട്രെഡിങ് വെരി കോഷ്യസ്ലി. ഇറാനെ പറഞ്ഞ് എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ആകണം എന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സമാധാന ശ്രമങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ വെച്ചാണെന്ന് തോന്നലുണ്ടാകാമെങ്കിലും പാകിസ്ഥാനിൽ വെച്ച് പറയുന്ന ഒരു പോസ്റ്റ്മാൻ്റെ റോൾ മാത്രമാണ് പാകിസ്ഥാൻ വഹിക്കുന്നത്. കാരണം എന്താണ്? അമേരിക്കയ്ക്ക് ഇറാനോട് എന്തെങ്കിലും പറയണമെങ്കിൽ അത് പാകിസ്ഥാൻ കേൾക്കുന്നു, ഇറാൻ അമേരിക്കയോട് എന്തെങ്കിലും പറയണമെങ്കിൽ അതും പാകിസ്ഥാൻ കേൾക്കുന്നു. കത്ത് വഹിച്ചുകൊണ്ട് വന്ന പോസ്റ്റ്മാൻ്റെ റോൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ പാകിസ്ഥാൻ ചെയ്യുന്നത്. പക്ഷേ പാകിസ്ഥാൻ അസീം മുനീറിനെ കൊണ്ട് പല പ്രസ്താവനകളും നടത്തിക്കുന്നത് അമേരിക്കയാണ്. കാരണം അസീം മുനീർ ഒരു ഉപകാരിയാണ്, അമേരിക്ക നട്ടുനനച്ച് വളർത്തിയെടുത്ത ഒരു ഉപകാരിയാണ്. അതുകൊണ്ടാണ് മറ്റൊരു രാജ്യത്തെയും സേനാ തലവന് ഇല്ലാത്ത ഒരു പ്രാധാന്യം അമേരിക്ക അസീം മുനീറിന് പറയുന്നത്. അപ്പം ഇപ്പോൾ ട്രംപ് പറയുന്നത് തന്നെ, നിങ്ങൾ അസീം മുനീറിനോട് ചോദിക്കൂ എന്നാണ് പറയുന്നത്. അസീം മുനീർ ആരാണ്? അമേരിക്കയുടെ കയ്യിലെ ഒരു മരപ്പാവ മാത്രമാണ് അസീം മുനീർ എന്ന് ഓർക്കണം. അതുകൊണ്ട് ഒരുപാട് ചക്കളത്തി പോരാട്ടങ്ങൾ ഇതിനിടയിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ സമാധാനം വരണമെങ്കിൽ രണ്ടു കൂട്ടരും വിട്ടുവീഴ്ച ചെയ്തേ മതിയാകൂ, ഉപരോധം അവസാനിപ്പിച്ചേ മതിയാവൂ.